ഭ്രമയുഗത്തിൽ മമ്മൂട്ടിയുടെ കുഞ്ചമൻ പോറ്റി എന്ന പേര് ആദ്യം കേട്ടപ്പോൾ എവിടെയോ കേട്ടിട്ടുള്ളതുപോലെ തോന്നിയിരുന്നു. പണ്ടെപ്പോഴോ കേട്ടു മറന്നൊരു പേര്. ചുമ്മാ തിരിഞ്ഞപ്പോൾ മനസ്സിലായി പേര് കേട്ട വഴി. കടമറ്റത്ത് കത്തനാരുടെ ചരിത്രത്തിലെ മറ്റൊരു കഥാപാത്രമാണ് കുഞ്ചമൻ പോറ്റി. ഈ കഥാപാത്രം കത്തനാരുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് അറിയാൻ തപ്പി നോക്കി. ഞാൻ ചെറിയ രീതിയിൽ തപ്പിയപ്പോൾ അറിയാൻ സാധിച്ചത് കത്തനാരും പോറ്റിയും ഒടിയനുമൊക്കെ ഒരേ കാലയളവിൽ ജീവിച്ചിരുന്നവരാണെന്നാണ് കരുതപ്പെടുന്നത്. എന്നാൽ എവിടെയോ കത്തനാരുടെ ശത്രുവായിരുന്നു പോറ്റി എന്ന് കേട്ടിരുന്നു. ഒരുപക്ഷെ സീരിയലിൽ അങ്ങനെയാകും അവതരിപ്പിച്ചത്. എന്നാൽ കത്തനാരും പോറ്റിയും ശത്രുക്കളല്ലെന്നും ഇരുവരും വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നുവെന്നുമാണ് പറയപ്പെടുന്നത്. ഇരുവരും ദുർമന്ത്രവാദത്തിൽ പേര് കേട്ടവർ. കുഞ്ചമൻ തറവാട് പണ്ട് മുതൽക്കേ ചാത്തന്മാരെ സേവിക്കുകയും അവരെ അടിമകളാക്കുകയും ചെയ്തിരുന്നുവത്രേ. ഈ കാര്യത്തിൽ രണ്ടുപേരും ടോപ്പ് ലീഗ്. എന്നാൽ രണ്ടുപേരിൽ ഇടയിൽ ഈഗോ വരികയും ചെറിയ രീതിയിൽ ഒരു മത്സരം നടക്കുകയും എന്നാൽ അത് അവിടെ വെച്ച് തീരുകയും ഇനി ഒരിക്കലും തമ്മിൽ മത്സരിക്കില്ലെന്നും സത്യവും ചെയ്യുകയും ചെയ്തു. ഭ്രമയുഗം കുഞ്ചമൻ പോറ്റിയെ മാത്രം അടിസ്ഥാനപ്പെടുത്തി ഇറക്കുന്ന ചിത്രമാണ്. എന്നാൽ ജയസൂര്യയുടെ കത്തനാർ രണ്ടോ അതിനു മുകളിലോ സീക്വൽസ് ഉണ്ടാകുമെന്നുള്ളത് കൊണ്ട് കുഞ്ചമൻ പോറ്റിയും ഒടിയനുമൊക്കെ കത്തനാർ സിനിമയിൽ ഉണ്ടാകാൻ വളരെയധികം സാധ്യതകളുണ്ട്. ഷംഷാദിൻ്റെ കുറിപ്പിൽ ഇങ്ങനെയാണ് പറയുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നതും ഷംഷാദിൻ്റെ ഈ കുറിപ്പ് തന്നെയാണ്. കൊച്ചിയും ഒറ്റപ്പാലവുമാണ് ഭ്രമയുഗത്തിൻ്റെ പ്രധാന ലൊക്കേഷനുകൾ. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിലാണ് ഭ്രമയുഗം റിലീസിനൊരുങ്ങുന്നത്. മൂവി സ്ട്രീറ്റ് എന്ന സിനിമാ ഗ്രൂപ്പിലാണ് മമ്മൂട്ടി കഥാപാത്രത്തെപ്പറ്റി ഷംഷാദ് എന്ന പ്രേക്ഷകൻ എഴുതിയ ഈ കുറിപ്പ് വൈറലായത്. ഇപ്പോൾ എങ്ങും ചർച്ച ഈ ഒരു വിഷയത്തെ പറ്റിയാണ്. ഭ്രമയുഗം എന്ന് പേര് കേട്ടപ്പോൾ തന്നെ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേയുള്ള കഥയാണെന്ന് എല്ലാവർക്കും മനസ്സിലായതാണ്. ഇനി ഈ ചിത്രത്തിൽ എന്തൊക്കെയാണ് ഒളിഞ്ഞിരിക്കുന്നത് നമുക്ക് ഫെബ്രുവരി 15 വരെ കാത്തിരിക്കാം. നിങ്ങളിൽ എത്ര പേർ ഈ ചിത്രത്തിനായി കാത്തിരിക്കുന്നു? കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തൂ. കൂടാതെ ആദ്യമായി നിങ്ങൾ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്.